ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കുളത്തൂപ്പുഴ സംഘർഷവേദിയായി മാറിയത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എത്തിയവരാണ് മർദ്ദനത്തിന് പിന്നിലെന്ന് മർദ്ദനമേറ്റ മുൻ DCC അംഗം MA ലത്തീഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. MA ലത്തീഫിനെ മർദ്ദിച്ച കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിനെ 2ാം പ്രതിയാക്കിയും സഹോദരനെ 1ാം പ്രതിയാക്കിയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഉടൻ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ MA ലത്തീഫിനെ അനുകൂലിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. എന്നാൽ പോലീസ് ഇടപെട്ട് ഇവരെ തടയുകയായിരുന്നു. തുടർന്ന് MA ലത്തീഫ് അനുകൂലികൾ കുളത്തൂപ്പുഴയിൽ പ്രകടനം നടത്തി. പ്രകടനമായി എത്തിയ പ്രവർത്തകർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കുളത്തൂപ്പുഴ സലീമിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ രംഗം വീണ്ടും വഷളായി. തുടർന്ന് കുളത്തൂപ്പുഴ CI അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ തെന്മല സ്റ്റേഷനുകളിലെ പോലീസ് പണിപ്പെട്ടാണ് വൻ സംഘർഷം ഒഴിവാക്കിയത്. കുറെ കാലമായി പ്രാദേശിക നേതാക്കളുടെ ചേരിതിരിവ് മൂലം കുളത്തൂപ്പുഴയിൽ കോൺഗ്രസ് 2 ചേരിയിലാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ മേൽഘടകങ്ങൾക്ക് കഴിയാത്തതാണ് നിരന്തര പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ചില കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.